മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്നുമുള്ള തമിഴ്നാടിന്റെ നിലപാടിൽ പെരിയാർ തീരദേശവാസികൾക്ക് കടുത്ത ആശങ്ക. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ച് മുല്ലപ്പെരിയാർ സമരസമിതിയും രംഗത്തെത്തി. തമിഴ്നാട്ടിൽ TVK സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പ്രഖ്യാപനം. പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരളത്തിലെ നീക്കങ്ങൾ തടയും, ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുമെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരിന്റെ നീക്കത്തിൽ വലിയ ആശങ്കയിലാണ് പെരിയാർ തീരദേശം. പുതിയ ഡാം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ഉടൻ ധാരണയിലെത്തണമെന്ന ആവശ്യമാണ് മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനവും അടിക്കടി ഉണ്ടാകുന്ന ഭൂചലനങ്ങളും മാറി മാറി വരുന്ന ഡിസാസ്റ്ററുകളുമെല്ലാം ഇത് അത്യന്തം ഭയാനകമാണെന്നുള്ള റിപ്പോർട്ട് ലോകത്തിലെ തന്നെ ഏജൻസികളും ഉന്നത പഠന വിദഗ്ധന്മാരും ഒക്കെ പുറത്തുവിടുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഡാമിന് പ്രശ്നമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയം അതിജീവിച്ചു എന്നുള്ളതാണ്. അണക്കെട്ടിൽ കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ പരിശോധന അടിയന്തരമായി നടത്തണം. സംസ്ഥാന ബജറ്റിൽ പുതിയ അണക്കെട്ടിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാത്തത് കടുത്ത നിരാശാജനകമാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ആശങ്ക അറിയിച്ച് കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരെ നേരിൽ കാണാനൊരുങ്ങുകയാണ് സമരസമിതി. ജനം, ഇടുക്കി.